നമ്മളെ ലൈഫിൽ എന്ത് നടക്കുകയാണെങ്കിലും നമുക്ക് ഓൾറെഡി പഠിച്ചവൻ കണക്കാക്കി വെച്ച കാര്യങ്ങളായിരിക്കും. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ചില തമാശകളൊക്കെ പറയും, ബേബിക്ക് വൈറ്റ് വാങ്ങട്ടോ, ആശുക്ക് പിങ്ക് വാങ്ങട്ടോ എന്ന്. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ അവസാനം ബേബിക്ക് വൈറ്റ് തന്നെ ആയി. അവസാനം വൈറ്റിലേക്ക് ബേബി പോയി. ഹായ്, അസ്സലാമു അലൈക്കും. പിന്നെ എന്തൊക്കെയാണ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. ഇപ്പം കുറേ ആൾക്കാർ മെസ്സേജിലായാലും പിന്നെ അതുപോലെ കമൻറ്റിലായാലും കോൾ ചെയ്തിട്ടാണെങ്കിലും കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എന്താണ് ഷെമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, എന്താണ് ഷെമി ഓക്കെ അല്ലേ, ഒന്ന് പറയും ഷെഫി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങളുടെ മുന്നിൽ ഈ കാര്യം, ഇപ്പോഴത്തെ സിറ്റുവേഷനെ കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ച്. ഇതിപ്പം ഷെമിൻ്റെ അവസ്ഥയെ കുറിച്ച് ഞാൻ പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ ചിലപ്പം ഒരു കുഞ്ഞ് ഇല്ലാതായ ഒരു ഉമ്മൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. പക്ഷെ എന്നാലും കുറേ ആൾക്കാർ മെസ്സേജിലൂടെ ചോദിക്കുന്നുണ്ട്, എന്താണ് ഓക്കെ ആണോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ റീപ്ലൈ കൊടുക്കാനും എല്ലാവർക്കും റീപ്ലൈ കൊടുക്കാനും പറ്റുന്നില്ല. സത്യം പറയുകയാണെങ്കിൽ ഈ റിസൾട്ട് വന്നത് മുതൽ തന്നെ, ചെറിയ പ്രശ്നം ഉണ്ടെന്ന് വന്നത് മുതൽ തന്നെ ഷെമിൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ ഇതായിക്കണേ, ഡൗൺ ആയിക്കണേ, ഷെമി മൊത്തത്തിൽ ഡൗൺ ആയിക്കണേ. അപ്പം അത് കഴിഞ്ഞ് പിന്നെ കുട്ടി ഈ ഒരു സിറ്റുവേഷനിൽ വന്നതിന് മുതൽ പിന്നെ ഷെമി ഫുൾ എന്താ പറയുക, കരച്ചിലോടെ ആ ഒരു സിറ്റുവേഷനിൽ കൂടെ അങ്ങനെ കടന്ന് പോവുകയാണ്. പിന്നെ ഷെമി ആയാലും ബാക്കിയുള്ള കുടുംബത്തിൽപ്പെട്ട ബാക്കിയുള്ള ആൾക്കാരൊക്കെ എല്ലാവരെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ പിന്നെ നമ്മളും അതുപോലെ ആവരുതല്ലോ. അപ്പോൾ നമ്മളാണല്ലോ അവർക്ക് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഓക്കെ ആക്കി എടുക്കേണ്ടത് നമ്മളാണല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഷെമിനോട് അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ മാറ്റിയെടുക്കാൻ കുറേ ശ്രമിച്ച്, എന്നാലും എങ്ങനെയൊക്കെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചാലും ഒരു ഉമ്മനെ സംബന്ധിച്ചിടത്തോളം, ഉമ്മ എന്നല്ല നമ്മൾ ഉപ്പമാരായാലും കണക്ക് തന്നെയാണ്. പക്ഷെ എന്നാലും പെണ്ണുങ്ങളെക്കാട്ടും കൂടുതൽ നമുക്ക് പൊതുവേ ഉള്ള സംസാരം അങ്ങനെയാണല്ലോ, ഒന്നുകൂടിയും ഒരു ഉറപ്പ് ആണുങ്ങൾക്കാണെന്നുള്ളതാണല്ലോ. അപ്പം ഷെമിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കുറേയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ്, അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഓളൊക്കെ ആവും. പക്ഷെ എന്നാലും ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും പിന്നെ ഈ ഒരു മൈൻഡിലേക്ക് തന്നെ പോകും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഷെമിക്ക് ഈ ഡോറടിച്ചിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്ന വരെ ഭയങ്കര പേടിയാണ്. ഡോറടിച്ച് നിൽക്കാൻ, ജനൽ വരെ തുറന്നിട്ട് മൊത്തം ഓപ്പൺ സ്പേസിൽ നിൽക്കാനാണ് ഇപ്പോൾ ഷെമിക്ക് ഇഷ്ടം. കാരണം ഇങ്ങനെ അടിച്ചിട്ട് മുറിയിലൊക്കെ നിൽക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്, രാത്രി ഉറങ്ങുന്ന സമയത്തായാലും ഒക്കെ. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളിലൂടെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കും സത്യം പറയുകയാണെങ്കിൽ വിഷമമില്ലാത്ത ഒന്നുമല്ല, നമുക്കുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെ വിഷമിച്ച് കഴിഞ്ഞാൽ നമ്മളെ കുടുംബത്തിന് നമ്മളല്ല നോക്കേണ്ടത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളെ കുടുംബത്തിന് എന്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും നമ്മൾ ആണുങ്ങൾ അത് കട്ടക്ക് നിന്നിട്ട് അത് പ്രശ്നത്തിൽ നിന്ന് കരകയറ്റി എടുക്കുക, അതാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ഇവരെ പോലെ അങ്ങനെ കരഞ്ഞ് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ പിന്നെ എവിടെ എത്തിക്കാൻ പറ്റൂലല്ലോ. അപ്പം സത്യം പറയുകയാണെങ്കിൽ ഇതാണിപ്പോൾ നിലവിലത്തെ അവസ്ഥകൾ. ചില ആൾക്കാർ വന്നിട്ട് ഏജിൻ്റെ കാര്യങ്ങളും പറയും, ഏജ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ചിലപ്പോൾ അല്ലാന്ന് ഞാൻ പറയില്ല, ആണെന്ന് ഞാൻ പറയില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ ഷെമിൻ്റെ അടുത്തും പറഞ്ഞതാണ്, ഇപ്പം നമ്മളെ ലൈഫിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കൊന്നും മുൻകൂട്ടി പറയാൻ പറ്റൂല. നമുക്ക് ചിലപ്പം ഏജിലുള്ള ആൾക്കാർക്ക് മാത്രമല്ലല്ലോ ഇത് സംഭവിക്കുന്നത്, ഏജ് കുറഞ്ഞ ആളുകളിലും ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പം അതൊരു കാരണം, ഒരു സാധ്യത മാത്രമേ പറയാൻ പറ്റൂ, അതല്ലാതെ അതാണ് ഇതിൻ്റെ കാരണം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാണ്ട് സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കുറ്റബോധം ശരിക്കും പറയുകയാണെങ്കിൽ ഷെമീനപ്പോൾ നല്ലോണം എടുങ്ങാറാക്കുന്നുണ്ട്. ഈ ഒരു ഏജിൽ ഉള്ള സംഭവം വന്നിട്ടാണോ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള ആ ഒരു ഡിപ്രഷനും, ടോട്ടലി പ്രശ്നമായി നിൽക്കുന്ന ഒരാളെ മുന്നിലേക്ക് പുതിയ പ്രശ്നങ്ങളും ഓരോ ആളുകൾ ഇങ്ങനെ, അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ കുത്തിവെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ വേറൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ചില ആൾക്കാർ ഷെമീൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഷെമിയെ ഏജ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയും. അപ്പം ഷെമി അതും ആലോചിച്ചിട്ട് പിന്നെ ടെൻഷൻ ആവുക, ഞാൻ കാരണമാണോ അത് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഷെമി അങ്ങനെ ചിന്തിക്കല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏജുള്ള ആൾക്കാരായാലും
ഏജ് കുറഞ്ഞിട്ടുള്ള ഇപ്പം അടുത്ത് കല്യാണം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരായാലും ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഏജ് ഫസ്റ്റ് പ്രസവത്തിലൊക്കെ അങ്ങനെ സംഭവിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ഷെമീനോട് പറഞ്ഞ് അപ്പോൾ ഓലൊക്കെ അപ്പോൾ ഏജ് ഉണ്ടായിട്ടാണോ? അപ്പം ഏജ് എന്ന് പറയുന്നത് ഒരു സാധ്യത, അങ്ങനെ ഒരു സാധ്യത എല്ലാവരും പറയുമ്പം ഒരു സാധ്യത അതുകൊണ്ടാണ്. ഇപ്പോൾ ഏറ്റവും നല്ലത് ഒരു 35 മുമ്പായിട്ട് തന്നെ ഡെലിവറി കാര്യങ്ങൾ നടത്തുന്നതാണ് നല്ലത്. ബെറ്റർ അതാണ്. സംഭവം ഒക്കെ അറിയാം. പക്ഷേ എന്നാലും അത് കഴിഞ്ഞിട്ടും ഡെലിവറി നടക്കുന്നുണ്ട്. അതുപോലെ ഇങ്ങനത്തെ സംഭവങ്ങൾ കല്യാണം കഴിഞ്ഞ ഉടനെ അതായത് ഒരു നമ്മളെ ഒരു എന്താ പറയുക നല്ലൊരു പ്രായത്തുണ്ടാവുന്ന പ്രഗ്നൻസിയിലും ഈ ഒരു സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വലിയൊരു ഷെമീനെ കുറ്റപ്പെടുത്തുന്നതിൽ ചില ആൾക്കാർ കുറ്റപ്പെടുത്തും പോലുള്ള സംസാരങ്ങളും അവിടെ നിന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറയും ഇനി അങ്ങനെ ചിന്തിക്കേണ്ട. കാരണം ഇപ്പോൾ ഓൾറെഡി മൈൻഡ് പോയിട്ട് ഒരു ഇതിൽ നിൽക്കുന്ന ഒരാളോട് ഇനിയാണ് ഇതുകൊണ്ട് ഏജ് കൂടിയതായിരിക്കും ട്ടോ എന്ന് പറഞ്ഞാൽ ബാക്കി ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഓല എന്നെ സ്വയം ഇങ്ങനെ കുറ്റപ്പെടുത്തുകൊണ്ടേ നിൽക്കും. ഷെമി എന്നെ സ്വയം ഞാൻ കാരണമാണല്ലേ ആ ഒരു തോന്നൽ ഷെമിക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് ഷെമിൻ്റെ ലൈഫ് മുന്നോട്ട് പോകാനും ഭയങ്കര പ്രശ്നമാവും. അപ്പം ഞാൻ ഷെമിൻ്റെ അടുത്ത് പറഞ്ഞത് ഇപ്പം കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഗർഭം ധരിക്കുന്ന ആൾക്കാരിലും ഇത് കാണുന്നുണ്ട്. ഇപ്പം എനിക്കായാലും ഇപ്പോഴല്ല വന്നത്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അപ്പം അത് ഏജിൻ്റെത് ഈ ഒരു സാധ്യത ഉണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് അതാണ് കാരണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് പിന്നൊരു കാര്യം നമ്മളെ ലൈഫിൽ എന്തൊക്കെ നടക്കണം എന്നുള്ളത് പഠിച്ചവൻ ഓൾറെഡി എല്ലാം എഴുതി വെച്ചിരിക്കുന്നതാണ്. പിന്നെ അത് പ്രാർത്ഥന കൊണ്ട് മാത്രമേ അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ പഠിച്ചത്. നമ്മളെ ലൈഫിൽ എന്ത് നടക്കുകയാണെങ്കിലും നമുക്ക് ഓൾറെഡി പഠിച്ചവൻ കണക്കാക്കി വെച്ച കാര്യങ്ങളായിരിക്കും. അപ്പം അത് നമുക്ക് പ്രാർത്ഥിച്ച് മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് ഈ സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു പ്രഗ്നൻസി കാര്യത്തിൽ നമുക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്തിരിക്കണം. അതായത് നമ്മൾ സ്റ്റിച്ചിട്ട് നിർത്തി, പിന്നെ അതുപോലെ തന്നെ അല്ലാതെ മരുന്നുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിപ്പോൾ പൈസ കൊടുക്കുക, അതുപോലെ ഡോക്ടർമാരോട് പറയുക, ബാക്കി പഠിച്ചവൻ്റെ കയ്യിലാണ്. അപ്പം ഇതാരെയും അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ഷെമിൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ ഇനി സ്വയം ഇങ്ങനെ വിഷമിക്കേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെയൊക്കെ പറയുകയാണ്. അപ്പം പിന്നെ എന്തെങ്കിലും ഒരു ഹയറ് ഉണ്ടായിട്ടായിരിക്കും അത് സംഭവിച്ചതെന്നാണ് അങ്ങനെ വിചാരിക്കുക. കാരണം നമുക്ക് അങ്ങനെ വിചാരിച്ച് സമാധാനിക്കാനേ ഇപ്പോൾ പറ്റും. അപ്പോൾ ഷെമിൻ്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ റൂമിലൊക്കെ നിൽക്കുമ്പോഴുള്ള ആ ഒരു വെപ്രാളത്തിൻ്റെ ഒരു അവസ്ഥയാണ്. അപ്പം കൂടുതൽ സമയം ഞാൻ സത്യത്തിൽ അങ്ങനെ പുറത്തേക്കൊന്നും അധികം പോകലില്ല. ഞാൻ കൂടുതലും ഞാനായാലും അതല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഷെമിൻ്റെ അടുത്തുണ്ടാവും. ഒക്കെ തീരെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ തുടങ്ങി ഇപ്പോൾ ഫുഡിൻ്റെ കാര്യമായാലും മര്യാദയ്ക്ക് ഇങ്ങനെ കഴിക്കണമില്ല, അങ്ങനത്തെ ഇതൊക്കെയാണ്. അപ്പം ഇന്നലെ തന്നെ ഷെമിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഫുഡ് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്കിപ്പം ആയുഷ്യുണ്ട്, അപ്പം നമുക്ക് ആയുഷ്യുവിനെ നോക്കണ്ടേ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ വിശ്വാസപ്രകാരം ചെറിയൊരു കുട്ടി മരിച്ചു കഴിഞ്ഞാൽ നമുക്കത് സ്വർഗത്തിൽ നമ്മളെ കൈ പിടിക്കാൻ ഒരാളായി എന്നുള്ള. അപ്പോൾ ഞാൻ ഷെമിനോട് ഈ സമയത്ത് പറയാൻ പറ്റും. പക്ഷെ എന്നാലും ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു വിഷമ സിറ്റുവേഷനിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ ചിരിച്ച് സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പലതും പറഞ്ഞൊക്കെ നോക്കും. അത് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടല്ല നമ്മളത് പറയുന്നത്. അത് ഇന്നെപ്പോലെ തന്നെ കുറേ ആൾക്കാരുണ്ടാവും ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ചില തമാശകളൊക്കെ പറയാൻ ശ്രമിക്കും. കാരണം ആ കരച്ചിലൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ആ കരയുന്ന ആളെ ചിന്ത മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഷെമിനോട് പറഞ്ഞ് ഷെമിയെ പിന്നെ ഇനി എവിടെ പോയി കഴിഞ്ഞാലും കഴിച്ചിലാകുകയാണല്ലോ. കാരണം ഇനിയിപ്പോൾ നാളെ മരിച്ചു കഴിഞ്ഞാലും ഇനി ഒരു പിടിവള്ളി സ്വർഗത്തിലാക്കി വെച്ചിട്ടാണല്ലോ ഇപ്പോൾ ഇനി ഉള്ളത്. അപ്പോൾ ഇനി അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കുന്നൊക്കെ പറഞ്ഞ് എവിടെ ഇനി കുടുങ്ങുന്നില്ലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞെടുത്ത്. നമ്മൾ വിശ്വാസപ്രകാരം അങ്ങനെയാണ്. നമുക്കൊരു ചെറിയൊരു കുട്ടി, കാരണം ലോകം കാണാത്ത കുട്ടിയാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു തെറ്റുമില്ല. അപ്പോൾ ഇതും ഞാൻ ചിന്തിക്കുന്നുണ്ട്. ഞാൻ സ്വയം എന്താ പറയുക സമാധാനം കണ്ടെത്തുന്നത് വെച്ചാൽ ഈ ലോകത്ത് വന്നു കഴിഞ്ഞിട്ട് ഇപ്പം തന്നെ നമ്മളൊക്കെ അടുത്ത താമശ്ശേരി എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ കൊലപാതകം അങ്ങനെ ഇപ്പം ഇങ്ങനത്തെ ഒരു ലോകത്തേക്ക് വരുന്നേക്കാട്ടും നല്ല. ഞാൻ ഷെമിനോട് ചോദിച്ചു ഇങ്ങനത്തെ ഒരു ലോകത്തേക്ക് വരുന്നേക്കാട്ടും നല്ലത് ഇപ്പം പ്രസവിച്ച ഉടനെ തന്നെ അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പഠിച്ചവൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതല്ല നല്ലത്. അല്ലാതെ അങ്ങനെ ചിന്തിക്കുമ്പം നമുക്ക് അത്ര ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ലല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഷെമിനെ സമാധാനിപ്പിച്ചിട്ടാണെന്നല്ല ശരിക്കും പറയുകയാണെങ്കിൽ ഫുഡൊക്കെ
കൊടുത്തത്. എനിക്ക് തോന്നുന്നത് അത് അങ്ങനെ തന്നെയാണ്. കാരണം ഒരു തെറ്റും പിന്നെ നമ്മൾ തെറ്റ് ചെയ്തതിനുള്ള ശിക്ഷ കിട്ടൂലാന്നല്ല. നമ്മൾ ഇവിടുന്ന് ദുനിയാവിന്ന് എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ അതിനൊക്കെയുള്ള ശിക്ഷ നമുക്ക് കിട്ടും. പക്ഷെ എന്നാലും നമ്മളെ സ്വർഗ്ഗത്തിലേക്ക് കൈ പിടിക്കാൻ സ്വർഗ്ഗത്തിലൊരു ചെറുതുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ഒരു ഒരു ഹൈർ തന്നെയാണത്. അപ്പം ചില ആൾക്കാർ കമൻറ്റിലൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് പഠിച്ചോൻ തന്ന എന്താ ഭയങ്കര അദാബാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് അദാബായിട്ടല്ല ഞാൻ മനസ്സിലാക്കണത്. എനിക്കതൊരു എന്താ വിഷമമുണ്ട്. സംഭവം അങ്ങനെ സംഭവിച്ചതിൽ വിഷമമുണ്ട്. പക്ഷെ എന്നാലും അതും ഒരു അനുഗ്രഹം. പഠിച്ചോൻ നമുക്ക് തരുന്ന എന്ത് അനുഗ്രഹവും തിരിച്ചെടുക്കുമ്പോൾ അത് ഒരു കയറ്റത്തിനൊരു ഇറക്കം എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു വിഷമത്തിനൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പം നമുക്ക് നാളെ സ്വർഗ്ഗത്തിൽ നമുക്ക് ഇവിടെ മാത്രം ജീവിച്ചാൽ പോരല്ലോ. അതൊക്കെയാണ് ഞാൻ ഷെമീൻ്റെ അടുത്ത് പറഞ്ഞ് സമാധാനിപ്പിക്കൽ. നമുക്ക് ഇവിടെ മാത്രം ജീവിച്ചാൽ പോരല്ലോ, നാളെ മരിച്ചു കഴിഞ്ഞാൽ അത് ഒരു സന്തോഷമല്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇന്നലെ ശരിക്കും ഫുഡൊക്കെ കൊടുത്തത്. പിന്നെ കുറേ ആൾക്കാർ നമ്മളെ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർ വിളിക്കലും ഉണ്ട് കുറേ ആൾക്കാർ. പക്ഷേ എങ്കിൽ ഇപ്പോൾ സംസാരിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ല. പിന്നെ അതുപോലെ തന്നെ മെസ്സേജിൻ്റെ ആ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ലേ, മെസ്സേജിൻ്റെ കാര്യമായാലും എല്ലാവർക്കും മെസ്സേജ് അയക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല. അപ്പം ചില ആൾക്കാർ മെസ്സേജ് നിങ്ങൾ ഹാപ്പി അല്ലേന്ന്, കാരണം ഓല് ചോദിക്കുന്നത് നിങ്ങൾ ഓക്കെ അല്ലേന്ന്. അപ്പോൾ അങ്ങനത്തെ മെസ്സേജുകളൊക്കെ കാണലുണ്ട്, കമൻറ്റുകളൊക്കെ കണ്ടിരിക്കണേ. അപ്പം ഓല് നമ്മൾ ഹാപ്പി ആക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം പക്ഷേ നമുക്ക് ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം എത്രയൊക്കെ നമ്മൾ സമാധാനിച്ചാലും അതൊന്നും നമുക്ക് പരിപൂർണ്ണമാവില്ല. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക. അതുതന്നെ എനിക്ക് പിന്നെയും നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഇങ്ങനത്തെ സിറ്റുവേഷനൊന്നും ഇനി ആർക്കും വരാതിരിക്കട്ടെ. വന്ന ആൾക്കാർക്ക് പഠിച്ചവന് ക്ഷമ കൊടുക്കട്ടെ. അതുപോലെ തന്നെ ആയിഷുവിൻ്റെ കാര്യമാണെങ്കിലും ആയിഷുവിന് സത്യം പറയുകയാണെങ്കിൽ നല്ല വിഷമമുണ്ട്. ഇപ്പം എനിക്കറിയൂല, ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും ആയിഷുവിന് മനസ്സിലാവും. എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തെങ്കിലും സംസാരിക്കുന്ന കാര്യങ്ങളായാലും ബാക്കി എന്തായാലും ഇപ്പോഴത്തെ കുട്ടികൾ ഏതാണോ, ആയിഷുവിന് ഇപ്പോൾ 3 വയസ്സ് കഴിഞ്ഞു, 3.5 വയസ്സായി. പക്ഷേ എന്നാലും എല്ലാ കാര്യങ്ങളും ആയിഷുവിന് മനസ്സിലാവും. ഇപ്പം വയറിൻ്റെ അടുത്ത് വന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ആയിഷു പ്രസവിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിലേക്ക് ആയിഷുവിനെ കൊണ്ടുപോകുന്നില്ല. കാരണം ഞങ്ങൾ 2 ദിവസം എടുത്തിക്കണം പ്രസവിക്കാൻ. ഇത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലായിട്ട് പിറ്റേന്നാണ് പ്രസവിച്ചത്. 2 ദിവസമല്ല 1 ദിവസം എടുത്തേക്കണം. അപ്പം ഞങ്ങൾ ഉറക്കമൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ആയിഷുവിനെ മെല്ലെ താത്തൻ്റെ വീട്ടിലേക്ക് ആക്കിയതായിരുന്നു. അപ്പം ആയിഷു പ്രസവിച്ച സമയത്ത് അവിടെ അല്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ആയിഷു അവിടേക്ക് എത്തിയത്, ഹോസ്പിറ്റലിലേക്ക് എത്തിയത്. അപ്പോൾ തന്നെ ആയിഷു പിന്നെ ഓടി വന്നിട്ട് സത്യം പറയുകയാണ്, ഞാൻ വീഡിയോയിൽ പറഞ്ഞു, അതിൻ്റെ മുന്നത്തെ ഇതിൽ പറയുകയാണ് ആയിഷുവിനോട് എന്ത് പറയുമെന്ന് അറിയൂല എന്ന്. കാരണം അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ് പ്രസവം ഒക്കെ കഴിഞ്ഞ് എല്ലാം ഞാൻ കഴിഞ്ഞിട്ട് ഷെമിക്ക് ആയിഷുവിനെ കാണണമെന്ന്. കാരണം ഒന്നുണ്ടല്ലോ, ആ ഒരു സമാധാനമുണ്ട്. പക്ഷെ എന്നാലും ആയിഷുവിനൊക്കെ കാണണം. അപ്പോൾ ആയിഷുവിനെ കൊണ്ടുവന്നു. അപ്പോൾ ആയിഷു വന്ന് കഴിഞ്ഞിട്ട് അമ്മ ബേബി അങ്ങനെ ആദ്യം തന്നെ ചോദിക്കണം. അപ്പോൾ ഷെമി അങ്ങ് പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞ് ആയിഷുവിനെ എടുത്തിട്ട് ഞാൻ പറഞ്ഞു, ബേബി സ്വർഗത്തിലേക്ക് പോയതാണ്, അള്ളാൻ്റെ അടുത്ത് പോയതാണെന്നാണ്. അള്ളാഹ്ക്ക് കൊടുക്കേണ്ട എനിക്ക് വേണം ബേബിനാന്നായിരുന്നു. പിന്നെ എനിക്കും ഒന്നും പറയാനില്ലാണ്ടായി പോയി. പിന്നെ ഞാൻ എടുത്ത് താഴോട്ടൊക്കെ കൊണ്ടുവന്ന് മുട്ടായൊക്കെ വാങ്ങിക്കൊടുത്ത് ഞാൻ പറഞ്ഞ്, ബേബിനെ നമുക്ക് കാണട്ടോ, ബേബി പ്രസവിച്ചിട്ട് കാണട്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ പോയിട്ട് ഇവള് പോവുക. എന്നിട്ട് വയറിനോട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ സംസാരിക്കുക, ബേബി അങ്ങനെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുക. പിന്നെ ആയിഷു ആദ്യമേ പറയാൻ കേട്ടോ, ഞങ്ങൾ ഡ്രസ്സ് എടുക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറയല്ലോ, ഒരു കുട്ടി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് എന്താ പറയുക ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവില്ല, നമുക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് എടുക്കുന്നതിനെ കുറിച്ചൊക്കെ അങ്ങനെ പറഞ്ഞപ്പം ആയിഷു പറഞ്ഞിക്കുക, ബേബിക്ക് വൈറ്റ് വാങ്ങട്ടോ, ആയിഷുക്ക് പിങ്ക് വാങ്ങട്ടോ എന്ന്. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ അവസാനം ബേബിക്ക് വൈറ്റ് തന്നെ ആയി. അവസാനം വൈറ്റിലേക്ക് ബേബി പോയി. പിന്നെ ആയിഷു ഇപ്പോൾ പകൽ നഴ്സറിയിൽ പോകുമല്ലോ, പ്ലേ സ്കൂളിൽ പോകുമല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇന്നലെ കൂട്ടാൻ പോയ സമയത്ത് മാമിനോട് പറഞ്ഞ്, ആയിഷു പറഞ്ഞല്ലോ മാമിനോട്, പിന്നെ ബേബി മമ്മ എവിടെ പോയി എന്ന് ചോദിച്ചാലോ മമ്മ പിന്നെ വയറുവേദന ആയിട്ട് അവിടെ ഉള്ളത്, പിന്നെ ബേബി അള്ളാൻ്റെ അടുത്തേക്ക് പോയി സ്വർഗത്തിലേക്ക് പോയതാണ് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ വിഷമമാണ്. കേൾക്കുന്ന സമയത്ത് സത്യം പറയുകയാണെങ്കിൽ അവസാനിക്കാതല്ല, ബേബി വൈറ്റ്, അത് ആയിഷു പറഞ്ഞത് ബേബിക്ക് വൈറ്റ് ഡ്രസ്സ് വേണമെന്നാ. അപ്പം അവസാനം അതിലേക്ക് എത്തിയല്ലോ എന്നുള്ളതാണ്. അപ്പം ഏതായാലും ഇതൊക്കെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങളെ ഫാമിലിയുടെ അവസ്ഥ ഇപ്പോൾ അതാണ്. ഷെമിക്കായാലും ആയിഷുവിനായാലും ഞാനായാലും ഒക്കെ തന്നെ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അപ്പോൾ ഏതായാലും എനിക്ക് പറയാനുള്ളത് നല്ലൊരു മാസമാണ്. അപ്പം എല്ലാവരും
എല്ലാ പ്രാർത്ഥനയിലും ഞങ്ങളെയും കൂടി ഉൾപ്പെടുത്തുക. അപ്പം ഇൻഷാ അല്ലാഹ് ഏതായാലും നമുക്ക് നാളെ കാണാം. ഓക്കെ.